ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് മാസം 24-ാം തീയതി. ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയം എന്ന നാമം മാതാവിന് നമ്മൾ കൊടുക്കാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ലെപ്പാൻഡോ കടലിടുക്കിൽ വെച്ച് ലെപ്പാൻഡോ യുദ്ധം വിജയിച്ചതിന് ശേഷമാണ് പരിശുദ്ധ അമ്മയെ ഈ ലുത്തിനിയായിൽ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമ്മേ എന്ന് കൂട്ടിച്ചേർത്തത്. പരിശുദ്ധ അമ്മയെ ലുത്തിനിയായിൽ ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന പ്രാർത്ഥന കൂട്ടിച്ചേർത്തത് 1846-ലാണ്. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ തിരുനാൾ സ്ഥാപിച്ചത് 1815-ലാണ്. 5-ാം പിയൂസ് മാർപ്പാപ്പയാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമ്മേ എന്ന പ്രാർത്ഥന ലുത്തിനിയായിൽ കൂട്ടിച്ചേർത്തത്. ലെപ്പാൻഡോ കടലിടുക്കിൽ വെച്ച് നടന്ന യുദ്ധം, ആ യുദ്ധത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക് എന്ന് 5-ാം പിയൂസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. അതനുസരിച്ച് എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ വിജയിച്ചു. അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാനും അത് പിന്നീട് ലുത്തിനിയായിൽ ചേർക്കാനുമൊക്കെ ഇടയായത്. പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് നമ്മുടെ സഹായമായ മറിയത്തിൻ്റെ മാതാവിൻ്റെ തിരുനാൾ ആത്മീയമായി ആഘോഷിക്കാം. ധാരാളം ജപമാല ചൊല്ലണം. ഈ മാസം നമ്മൾ പ്രത്യേകിച്ചും മാതാവിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള മാസമാണല്ലോ ഒക്ടോബർ മാസം. ഈ മാസത്തിൽ ഔസേപ്പിതാവ് കൂടെയുണ്ട്. അതുപോലെ ഉത്തിതനായ ഈശോ നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ് ഓർമ്മകളുടെ ദിവസങ്ങൾ. ഇത് മൂന്നും കണക്റ്റഡാണ്. ക്രിസ്ത്യാനികളായ നമുക്ക് ഈശോയിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന മാതാവ് പരിശുദ്ധ അമ്മ മാതാവാണെന്ന്. അപ്പോൾ അമ്മയുടെ പക്കൽ പോയാൽ അമ്മ നമ്മെ രക്ഷിക്കും. ലെപ്പാൻഡോ കടലിടുക്കിൽ യുദ്ധം ഉണ്ടായപ്പോൾ അമ്മ ജപമാല വഴി രക്ഷിച്ചതുപോലെ സാത്താനെതിരെയുള്ള ഈ കാലഘട്ടത്തിലെ യുദ്ധത്തിൽ അമ്മ തന്നെ നമ്മെ രക്ഷിക്കും. നമുക്ക് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രിയ കൂട്ടുകാരെ, മാതാവിൻ്റെ ഈ വണക്കമാസ ദിവസങ്ങളിൽ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികൾ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും പരിശുദ്ധ അമ്മയെ കടന്നു വരണമേ എന്ന്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഈ ഒരു പങ്കുവയ്ക്കൽ ഞാൻ ഉപയോഗിക്കട്ടെ. നമ്മളിപ്പോൾ ഒരുമിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കന്യാസ്ത്രീ കുട്ടിയും അവരുടെ ടീമും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടത്തുന്നുണ്ട്. അത് ജൂൺ 23 മുതലാണ്. ആർക്കെങ്കിലും അവരെ കാണാനും അവരുടെ അന്ത്യകാലത്തിൻ്റെ ആ ധ്യാനം കൂടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പങ്കുവയ്ക്കലിൻ്റെ ഈ ഷെയറിങ്ങിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അനുമോൾ എന്നാണ് ആ സഹോദരിയുടെ പേര്. ഈ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ ധ്യാനത്തിന് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. തിരുവോസ്തി മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന കുട്ടി, കന്യാസ്ത്രീ കുട്ടി, ആ കുട്ടിയും ഈ ടീമിലുണ്ട്. അവരുടെ ടീമാണ് ഈ ധ്യാനം നടത്തുന്നത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.